മൂന്നാറിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ ലോഡ്ജിൽ എത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ പ്രതികൾ അറസ്റ്റിലായി. തമിഴ്നാട് ധിണ്ടിഗൽ സ്വദേശികളായ സന്തോഷ്, കൂടെയുണ്ടായിരുന്ന 17കാരൻ എന്നിവരെയാണ് മൂന്നാർ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കെണിയൊരുക്കിയാണ് പ്രതികൾ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയത്. സോഷ്യൽ മീഡിയ വഴിയാണ് പ്രതികൾ വിദ്യാർത്ഥിനികളിൽ ഒരാളുമായി സൗഹൃദം സ്ഥാപിച്ചത്. തുടർന്ന് കഴിഞ്ഞ 15-ാം തീയതി മൂന്നാറിൽ വെച്ച് കാണാമെന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു. താൻ വരുമ്പോൾ ഒരു സുഹൃത്തിനെ കൂടി കൊണ്ടുവരുമെന്നും അതിനാൽ മറ്റൊരു കൂട്ടുകാരിയെ കൂടി കൂടെ കൂട്ടണമെന്നും പ്രതിയായ സന്തോഷ് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് മൂന്നാർ ടൗണിലെത്തിയ 2 പെൺകുട്ടികളെയും പ്രതികൾ തന്ത്രപൂർവ്വം സമീപത്തെ ഒരു റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മൂന്നാർ ടൗണിന് സമീപമുള്ള ഈ റിസോർട്ടിൽ 2 ദിവസമാണ് പെൺകുട്ടികളെ താമസിപ്പിച്ചത്. ഈ ദിവസങ്ങളിൽ കുട്ടികൾ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയരായതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് തുടർച്ചയായി 2 ദിവസം വിദ്യാർത്ഥിനികൾ സ്കൂളിൽ എത്താതിരുന്നതാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. കുട്ടികൾ സ്കൂളിൽ ഹാജരാകാത്തതിനെക്കുറിച്ച് അധ്യാപകർ ഗൗരവമായി ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡന വിവരം പെൺകുട്ടികൾ വെളിപ്പെടുത്തിയത്. സ്കൂൾ അധികൃതർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് കേസെടുത്ത് വിവരം അറിഞ്ഞതോടെ പ്രതികൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞിരുന്നു. ഒളിവിലായിരുന്ന പ്രതികളെ മൂന്നാർ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം രാത്രിയാണ് തമിഴ്നാട്ടിൽ ചെന്ന് സാഹസികമായി പിടികൂടിയത്. പ്രതികൾക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. അറസ്റ്റിലായ സന്തോഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 2ാമത്തെ പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. അതേസമയം കടയ്ക്കലിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 21കാരനെ പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. കടയ്ക്കൽ കോവൂർ സ്വദേശി സച്ചു ആണ് പിടിയിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ കോവൂർ സ്വദേശി അലൻ ഒളിവിലാണ്. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു പീഡനം. 1 വർഷമായി കുട്ടി പീഡനത്തിന് ഇരയാകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിക്രമം കുട്ടിയുടെ ബന്ധു കണ്ടതോടെയാണ് വിവരം പുറത്തറിയാൻ കാരണമായത്. മിഠായിയും മറ്റ് പലഹാരങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് കുട്ടിയെ പ്രതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ക്രൂരതയ്ക്ക് ഇരയാക്കിയത്. കഴിഞ്ഞ 1 വർഷത്തോളമായി കുട്ടി ഇവരുടെ പീഡനത്തിന് ഇരയായി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ വീട്ടിൽ വെച്ച് കുട്ടി പീഡനത്തിന് ഇരയാകുന്നത് നേരിൽ കണ്ട ഒരു ബന്ധുവാണ് സംഭവം ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിച്ചത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു കുട്ടികൾ ഇത്തരത്തിൽ ഇവരുടെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരുന്നത്. എന്തായാലും 1 വർഷത്തോളം ക്രൂരമായ പീഡനമാണ് കുട്ടി അനുഭവിച്ചത്. എന്തായാലും ഒരാൾ നേരിൽ കണ്ടതാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം പുറത്തറിയാൻ കാരണമായത്.